ഈ അഞ്ചുതെങ്ങ് പ്രദേശത്തു നിന്ന് തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോയ 3 യുവാക്കൾ അവിടെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടുപോയ സംഭവം വളരെ ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടുപോയ ചില വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ, ആ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എതിരായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. CBI അടക്കം ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ റഷ്യൻ എംബസിയും ഈ കാര്യത്തിൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും റഷ്യയിലുള്ള ഇന്ത്യൻ സ്ഥാനപതി, ആ സ്ഥാനപതിയുമായിട്ട് ടെലിഫോണിൽ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ, ആ വിവരങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് ആളുകളെ വ്യാജമായി എത്തിക്കട്ടെ, അങ്ങനെ എത്തിക്കുന്നു, റഷ്യയുടെ സൈന്യത്തിൽ ചേർക്കുന്നു. അത് എങ്ങനെയാണ് അതിന് നമ്മൾ ഇന്ത്യ? ഞാനിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ന്യായാന്യായങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതല്ല ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ 3 ചെറുപ്പക്കാർ അവിടെ എത്തിയിരിക്കുന്നു, അവരെ തിരിച്ചു കൊണ്ടുവരിക. ഒന്ന്, നാളെ ഇതുപോലെ കൂടുതൽ ആളുകൾ കബളിപ്പിക്കപ്പെട്ട് ഇതുപോലെ മറ്റു രാജ്യങ്ങളിൽ എത്താതിരിക്കാൻ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഇതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ തടയുക. ഇത് രണ്ടുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അതുകൊണ്ട് വിദേശകാര്യമന്ത്രി എന്നുള്ള നിലയിൽ മറ്റൊരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുന്നതാണ് ഇപ്പോൾ പോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നു. നിലവിൽ അവിടെ ഈ 3 പേർ കുടുങ്ങിയിട്ടുണ്ടല്ലോ, ഈ 3 പേരെ കുറിച്ചുള്ള വിവരം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. പൂർണ്ണമായിട്ടുള്ള വിവരമുണ്ട്. അത് ഇന്ത്യൻ എംബസിയുടെ കൈവശമുണ്ട്, റഷ്യൻ അധികൃതരുമായിട്ട് കൈമാറിയിട്ടുണ്ട്. അത് തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള സമ്മർദ്ദവും ആ കാര്യത്തിൽ ആ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ അവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ടുള്ള മറ്റു ചില ആളുകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവരെയും തിരിച്ചെത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾ. ഈ 3 പേര് കൂടാതെ മറ്റ് ഇന്ത്യക്കാരുണ്ടോ? ഉണ്ട്. റഷ്യയിലേക്ക് ഇങ്ങനെ പോയ ഏതാണ്ട് 10-20ഓളം ആൾക്കാരുടെ വിവരങ്ങൾ നമ്മുടെ കയ്യിൽ. ഇത് ഇനിയിപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നു. മറ്റൊന്ന്, മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഏജൻസികൾ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്? എന്താണ് അതൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഏജൻസികളുടെ ഇതിൽ പെട്ടുപോകുന്നത്, ഇതൊക്കെ അന്വേഷിച്ച് അവർക്കെതിരായിട്ടും ആവശ്യമായിട്ടുള്ള നിയമ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാമോ ആ നടപടികളും സ്വീകരിക്കും.